ഇന്ന് ഞാനിവിടെ കാരമൽ കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കാരമൽ കോൺ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ പോപ്കോൺ ഉണ്ടാക്കും. പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 100 ഗ്രാം കോൺ കർണൽസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ചൂടാവണം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കോൺ കർണൽസ് ഇതിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഈ സോസ് പാൻ കവർ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്ത് വെക്കരുത്, കാരണം ഇത് പൊട്ടുമ്പോൾ മുഖത്തേക്ക് വന്നടിക്കും. ഇതിൻ്റെ കവറ് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്യാവൂ. അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ അതിൽ പൊട്ടാനുണ്ടെങ്കിൽ അത് നമ്മളുടെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പോപ്കോൺ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാരമലിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നും കാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ബട്ടർ 100 ഗ്രാം വേണം, 1.5 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് വെള്ളം, 1/2 കപ്പ് ലൈറ്റ് കോൺ സിറപ്പ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുവട് നല്ല കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെക്കണം. നല്ല ഡെപ്തായിട്ടുള്ളൊരു പാൻ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറും പഞ്ചസാരയും ലൈറ്റ് ബ്രൗൺ ഷുഗറും ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളവും കോൺ സിറപ്പ് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കോൺ സിറപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഇതൊന്ന് പതഞ്ഞ് വരണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സിറപ്പ് ദേഹത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോപ്കോണിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് പോപ്കോണും ഈ സിറപ്പുമായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു പരന്ന ട്രേ എടുത്തിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇങ്ങനെ നിരത്തിയ ശേഷം ഇത് നല്ലതുപോലെ തണുക്കാൻ വെക്കണം. തണുത്ത ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യത്തുള്ളൂ. കാരമൽ കോൺ നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ കാരമൽ കോൺ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.